ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചെമ്മീൻ വെച്ചുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി 1/2 കിലോ കൊഞ്ച് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൽ നന്നായിട്ട് മസാല പുരട്ടി വയ്ക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 മണിക്കൂറോ അരമണിക്കൂറോ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചിരിക്കും. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചെമ്മീനിന് ഒരുപാട് വേവൊന്നുമില്ല, 3-4 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഫ്രൈ ആയി കിട്ടും. പിന്നെ ഒരുപാടിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയിപ്പോകും, ഒട്ടും സോഫ്റ്റ്നെസ് കാണത്തില്ല. ഫ്രൈ ആയിട്ടുണ്ടെല്ലാം. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടി ചെറിയ ഉള്ളി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു സവാളയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. അപ്പോൾ നന്നായിട്ട് മൂത്ത് കിട്ടും. പിന്നെ 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റി ആയിരിക്കും. ഇതിൽ കുറച്ച് ഓയിൽ കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല പേസ്റ്റ് പോലെ ആകണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നന്നായിട്ടെല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ. 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. പൊടികളുടെ എല്ലാം പച്ച മണമൊന്ന് മാറിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. ചെമ്മീനും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്